ജിൻഡോ നാളെ കട്ട കലിപ്പിലാണ്. ജിൻഡോയുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ നന്ദനയുടെ വീട്ടിൽ നിന്നുള്ള അമ്മയും ചേച്ചി ആരാണ്ടൊക്കെ ഉണ്ട്. ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ വൻ അടിപിടിയാണ് നടക്കുന്നത്. ജിൻഡോയും അപ്സരയും ജിൻഡോയും സിജോയും ഒക്കെ തമ്മിൽ വഴക്കാണ്. ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് മുമ്പുള്ള ബോണസ് ടാസ്കിന്റെ മൂന്നാമത്തെ ടാസ്ക് ആണ് നാളെ നടക്കുന്നത്. തലയണ മന്ത്രം എന്നുള്ളതാണ് ടാസ്ക്. അപ്പൊ ടാസ്ക് കുറെ പഞ്ഞി ഇട്ടിട്ടുണ്ട്. അപ്പൊ പഞ്ഞിയും കൊണ്ട് ഏറ്റവും കൂടുതൽ തലയണ ഉണ്ടാക്കുന്നവരാണ് ടാസ്കിൽ വിജയിക്കുക. അപ്പൊ സിജോയുടെ ഒക്കെ ടീം ഉണ്ടാക്കിയിരിക്കുന്ന തലയണ കൊള്ളില്ലാന്നും അതിൽ കിടക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ കിടന്നൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. അത് കിടന്നു കഴിഞ്ഞാൽ തല മുട്ടും എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. അപ്പൊ സിജോ ചോദിക്കുന്നുണ്ട്, എന്നാണ് പോയിന്റ് പേടിയായിട്ടാണോ എന്നൊക്കെ. എന്ന് വെച്ചാൽ സിജോയുടെ ടീമിനാണല്ലോ ഇപ്പൊ പോയിന്റ് കൂടുതൽ നിൽക്കുന്നത്. 2 ടാസ്ക് കഴിഞ്ഞപ്പോൾ 1 പോയിന്റാണ് കൂടുതലുള്ളൂ. അതാണ് ഈ കിടന്ന് പറയണത് സിജോ. അപ്പൊ മാക്സിമം തലയണ ഉണ്ടാക്കണം എന്ന് മാത്രമേ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അപ്സര പറയണത്. അല്ലാണ്ട് എന്തോരും പഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജഡ്ജ്മെന്റ് പറയാൻ ബിഗ് ബോസ് പറയുമ്പോഴാണ് അപ്പൊ ജിൻഡോ പറയണത് ഇതിൽ ഒറ്റ തലയണയും പറ്റില്ല, എല്ലാം റിജക്റ്റഡ് എന്ന് പറയുവാണ് സിജോയുടെ ഒക്കെ ടീമിന്റെ. അപ്പൊ പിന്നെ വഴക്ക് നടക്കുവാണ്. ഞാനൊരു കാര്യം പറയാന്നും പറഞ്ഞ് അപ്സര അപ്പൊ ജിൻഡോയുടെ വരെ ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ സിജോയും ചെല്ലുന്നുണ്ട്. ക്യാപ്റ്റനായ നന്ദന അവരെ മാറ്റി നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. ജിൻഡോ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജിൻഡോ 1 പോയിന്റും കൊടുക്കാനും സാധ്യതയില്ല. ജഡ്ജ്മെന്റ് ചെയ്യണ ആളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ളതായിരിക്കും പിന്നെ ബിഗ് ബോസ് പറയുള്ളൂ.